നമസ്കാരം. അനിഴ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഏപ്രിൽ മാസത്തിൽ മനസ്സിൽ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ മക്കൾ മുഖാന്തരം അനുഭവത്തിൽ വന്നു ചേരുന്നത് വഴി ആശ്വാസത്തിനും സമാധാനത്തിനും യോഗം കാണുന്നുണ്ട്. ജൂൺ മാസം മുതൽ ജോലിയിൽ ഒരു സ്ഥാനക്കയറ്റം ലഭിക്കും എന്ന ധാരണയോടുകൂടി തന്നെ നിലവിലുള്ള ജോലി ഉപേക്ഷിക്കുവാനുള്ള തീരുമാനത്തിൽ നിന്നും തൽക്കാലം പിന്മാറുന്നത് ഗുണകരമായി തീരും. പരീക്ഷ എഴുതുന്ന പല വിദ്യാർത്ഥികൾക്കും പ്രാരംഭത്തിൽ ചില ആത്മവിശ്വാസക്കുറവ് ഉണ്ടാകുമെങ്കിൽ പോലും ഏറെക്കുറെ നല്ല വിജയശതമാനം ലഭിക്കത്തക്ക വിധത്തിൽ പരീക്ഷ എഴുതുവാൻ സാധിക്കുന്നതുമാണ്. എന്നാൽ മെയ് മാസത്തിൽ നടക്കുന്ന ഉപരിപഠന പ്രവേശന പരീക്ഷയ്ക്ക് പരിശ്രമിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പ്രത്യേക ഈശ്വര പ്രാർത്ഥനകൾ നടത്തേണ്ടതായ സാഹചര്യങ്ങൾ പോലും വേണ്ടി വരുവാൻ ഇടയുണ്ട്. ഉപദേശക സമിതിയിൽ ഉൾപ്പെട്ടതിനാൽ ആശ്വാസത്തിനും സമാധാനത്തിനും യോഗം കാണുന്നുണ്ട്. നിയുക്ത പദവിക്ക് സ്ഥാനചലനം ഉണ്ടാകുവാനിടയുള്ളതുകൊണ്ട് മറ്റ് ജോലികളൊക്കെ അപേക്ഷിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. വിദേശത്ത് താമസിക്കുന്ന പലർക്കും സ്ഥിരം താമസിക്കുവാനുള്ള അനുമതി ലഭിക്കുവാനിടയുണ്ട്. ഏതൊരു സങ്കീർണമായുള്ള വിഷയങ്ങളെയും സമചിത്തതയോടുകൂടിയതായുള്ള സമീപനം സ്വീകരിക്കുന്ന പക്ഷം എല്ലാ വിധത്തിലുള്ള മാർഗതടസ്സങ്ങളെയും അതിജീവിക്കുന്നതിന് വഴിയൊരുക്കുവാനിടവരും. തൊഴിൽ മേഖലകളിലുള്ള ക്ഷീണാവസ്ഥകൾക്ക് ശാശ്വത പരിഹാരം നിർദ്ദേശിക്കുവാനും ലക്ഷ്യപ്രാപ്തിയിലെത്തിക്കാൻ സാധിക്കും. അഭയം പ്രാപിച്ചു വരുന്നവർക്ക് ആശ്രയം നൽകുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നുണ്ട്. നിരവധി കാര്യങ്ങൾ നിശ്ചിത സമയപരിധിക്കുള്ളിൽ ചെയ്തു തീർക്കുന്നത് വഴി ആത്മവിശ്വാസം വർദ്ധിക്കും എന്ന് മാത്രമല്ല, പ്രവൃത്തി പരിചയത്താൽ മറ്റ് ചില ജോലികളെല്ലാം ഏറ്റെടുക്കുവാൻ അവസരം വന്നു ചേരുവാൻ ഇടയുണ്ട്. നിലവിലുള്ള ഗ്രഹത്തിൽ സമാധാനക്കേടും സ്വസ്ഥതക്കേടുകളും പണം ഇരിക്കായികയൊക്കെ ഉള്ളതുകൊണ്ട് നിലവിലുള്ള ഗ്രഹം വിൽപ്പന ചെയ്ത് വർഷങ്ങൾക്ക് മുമ്പ് വാങ്ങിയതായുള്ള ഭൂമിയിൽ വാസ്തുശാസ്ത്രപ്രകാരം ഗൃഹം നിർമ്മിക്കാൻ തീരുമാനിക്കും. പുണ്യതീർത്ഥ ഉല്ലാസ യാത്രകൾക്ക് അവസരങ്ങൾ വന്നു ചേരുമെങ്കിൽ പോലും ഭക്ഷ്യവിഷബാധ ഏൽക്കാതെ സൂക്ഷിക്കേണ്ടതാണ്. സമൂഹത്തിൽ ഉന്നതരുമായി സംസർഗത്തിലേർപ്പെടുന്നത് വഴി ആശ്വാസത്തിനും സമാധാനത്തിനും യോഗം കാണുന്നു. സാഹസ പ്രവൃത്തികളിൽ നിന്നും മാസത്തിൻ്റെ രണ്ടാമത്തെ പകുതിയിൽ പിന്മാറുന്നത് നന്നായിരിക്കും. കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം സംജാതമാകും. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന ശുഭാപ്തി വിശ്വാസത്തോടു കൂടിയതായിട്ടുള്ള ചിന്തകളും പ്രവർത്തന ശൈലിയും മനസ്സമാധാനത്തിന് വഴിയൊരുക്കുവാനിടവരും. ദുശ്ശീലങ്ങൾ ഉപേക്ഷിച്ച് സദ്ശീലങ്ങൾ സ്വീകരിക്കുവാനും ഒരുപക്ഷെ അതിൻ്റെ ഭാഗമായിട്ട് പ്രകൃതി ജീവന ഔഷധ രീതികൾ അവലംബിക്കുവാനും സാധ്യതയുണ്ട്. അമിത വേഗതയുള്ള വാഹന ഉപയോഗം ആവുന്നതും ഒഴിവാക്കേണ്ടതാണ്. പ്രവർത്തന മണ്ഡലങ്ങളിലെ അബദ്ധങ്ങളെ തിരുത്തുന്നതിൻ്റെ ഭാഗമായിട്ട് ധ്രുവീകരിക്കുവാനും അതിന് തക്കവണ്ണം ജോലിക്കാരെ നിയമിക്കുവാനും ഇടയുണ്ട്. കാര്യങ്ങളെല്ലാം വേണ്ട വിധത്തിൽ നടക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ എല്ലാം ഇനിയും അനുഭവത്തിൽ വന്നു ചേരും എന്ന ധാരണ ഉണ്ടെങ്കിൽ പോലും അഹംഭാവം ആവുന്നതും ഒഴിവാക്കുന്നത് നന്നായിരിക്കും. സുഖദുഃഖങ്ങൾ ഒരുപോലെ സ്വീകരിക്കുവാനുള്ള മാനസികമായിട്ടുള്ള അവസ്ഥാവിശേഷം സംജാതമാകുവാനിടയുണ്ട്. ഭരണ സംവിധാനത്തിലുള്ള അപാകതകൾ പരിഹരിച്ചും കൊണ്ട് ക്രിയാത്മകമായി പ്രവർത്തിക്കാൻ അവസരം വന്നു ചേരും. പലപ്പോഴും നിലവിലുള്ള സമീപനം ഗുണകരമായി തീരുന്നതിൻ്റെ വെളിച്ചത്തിലും ദീർഘവീക്ഷണത്തോടു കൂടിയതായിട്ടുള്ള പദ്ധതികളായതുകൊണ്ടും പ്രതിപക്ഷത്തുള്ളവർ പോലും അനുമോദിക്കുവാനുള്ള അവസരം വന്നു ചേരുവാൻ ഇടയുണ്ട്. വാഹന അപകടത്തിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെടും. സാമ്പത്തികമായിട്ടുള്ള മേഖലയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. പലപ്പോഴും വിജ്ഞാനം ആർജിക്കുവാനും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനുമുള്ള അവസരം വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് നന്നായിരിക്കും. പുതിയ കൃഷി രീതികളൊക്കെ തുടക്കം കുറിക്കുവാനും ജൂൺ മാസം മുതൽ പുതിയ കൃഷി രീതികളൊക്കെ ആധുനിക സംവിധാനപ്രകാരം തുടക്കം കുറിക്കുവാനും ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ തന്നെ അനുകൂലമാകും വിധത്തിലുള്ള വിളവെടുപ്പ് സങ്കല്പത്തോടുകൂടി പ്രവർത്തിക്കാനുള്ള അവസരം വന്നു ചേരുവാൻ ഇടയുണ്ട്. നിഷ്പ്രയാസം എല്ലാ കാര്യങ്ങളും നടക്കുമെങ്കിൽ പോലും
അമിതമായുള്ള ആത്മവിശ്വാസം ആവുന്നതും ഒഴിവാക്കേണ്ടതാണ്. ഊഹക്കച്ചവടത്തിൽ നിന്നും പിന്മാറി അറിവുള്ളതും സമയബന്ധിതമായിട്ട് ലാഭശതമാന വിധം ലഭിക്കത്തക്ക വിധത്തിൽ പ്രവർത്തിക്കാൻ തീരുമാനിക്കും. അന്യരുടെ കാര്യങ്ങളിൽ അനാവശ്യമായി ഇടപെടരുത് എന്ന് സൂക്ഷിക്കും എന്നുകൂടി സൂചിപ്പിക്കുന്നു. പറയുന്ന വാക്കുകളും ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തന്നെ വളരെ സമന്വയത്തോടു കൂടി ചെയ്യുന്നതിനാൽ സൽകീർത്തിയും സജ്ജനപ്രീതിയും വന്നു ചേരുവാൻ ഇടയുണ്ട്. ഈശ്വര പ്രാർത്ഥനകളാലും അഹോരാത്രം പ്രവർത്തിക്കുന്നത് വഴിയും സാമ്പത്തികമായുള്ള ബുദ്ധിമുട്ടുകളെ അതിജീവിക്കാൻ വഴിയൊരുക്കും. വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും അനുകൂലമായുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും. ഒരുപക്ഷെ നിലവിലുള്ള പാഠ്യപദ്ധതി ഉപേക്ഷിച്ച് വികസിത രാഷ്ട്രത്തിൽ ഉപരിപഠനത്തിന് വേണ്ടി ചേരുന്നത് ഗുണകരമായി തീരുവാൻ ഇടയുണ്ട്. പ്രതികൂലമായിട്ടുള്ള സാഹചര്യങ്ങളെ അതിജീവിച്ച് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾക്ക് അനുസൃതമായി പ്രവർത്തിക്കാൻ അവസരം വന്നു ചേരുന്നത് ആശ്വാസത്തിന് വഴിയൊരുക്കുവാൻ ഇടവരും. ലാഭശതമാന വ്യവസ്ഥകളോട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നുണ്ട്. വേണ്ടപ്പെട്ടവരുടെ വിഷമാവസ്ഥകൾക്ക് ശാശ്വത പരിഹാരം നിർദ്ദേശിക്കാൻ സാധിക്കുന്നത് വഴി ആശ്വാസത്തിനും സമാധാനത്തിനും യോഗം കാണുന്നുണ്ട്. ജീവിത പങ്കാളിക്ക് തൻ്റെ പദവിയേക്കാൾ ഉയർന്ന പദവിയോടുകൂടിയ ഉദ്യോഗം ലഭിക്കുന്നത് വഴി വളരെ സമാധാനപരമായിട്ടുള്ള അന്തരീക്ഷം കുടുംബത്തിൽ വന്നു ചേരുവാൻ ഇടയുണ്ട്. പലപ്പോഴും സുഖദുഃഖങ്ങൾ ഒരുപോലെ സ്വീകരിക്കുവാനുള്ള മാനസികമായിട്ടുള്ള അവസ്ഥാവിശേഷം സംജാതമാകുന്നത് വഴി എല്ലാത്തിലും ഒരു മിതത്വം പാലിച്ചും കൊണ്ട് തൊഴിൽ മേഖലകളും കുടുംബജീവിതം നയിക്കാനുള്ള സാഹചര്യങ്ങൾ പോലും ഉണ്ടാകുവാൻ അനിഴ നക്ഷത്രക്കാർക്ക് ഈ ഏപ്രിൽ മാസത്തിൽ യോഗം കാണുന്നുണ്ട്. തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഏപ്രിൽ മാസത്തിൽ വ്യക്തി സ്വാതന്ത്ര്യം പ്രസ്ഥാനത്തിന് ഏറ്റവും ഗുണകരമായിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിക്കാൻ ഉപകരിക്കുവാനും തന്മൂലം ഉദ്യോഗത്തിൽ തന്നെ മറ്റൊരു ഉയർന്ന തസ്തികയിൽ എത്തിച്ചേരുവാനും സാധ്യതയുണ്ട്. ഒരുപക്ഷെ അതിൻ്റെ നടപടിക്രമങ്ങളൊക്കെ ജൂൺ മാസത്തിന് ശേഷമേ ഉണ്ടാകുവാൻ സാധ്യതയുള്ളൂ. മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് അനുമോദനങ്ങൾ വന്നു ചേരും. മാതാപിതാക്കളെ ഇനി ഒരുമിച്ച് താമസിപ്പിക്കുക എന്ന സങ്കല്പത്തോടുകൂടി തൊഴിൽ ക്രമീകരിക്കുവാനോ അഥവാ അവരെ ഒരുമിച്ച് താമസിപ്പിക്കാൻ തക്കവണ്ണം മറ്റൊരു വിസ്തൃതിയുള്ള ഗൃഹം വാങ്ങിക്കുവാനോ നിർമ്മിക്കുവാനോ യോഗമുണ്ട്. കാർഷികമായിട്ടുള്ള മേഖലയിൽ കഴിഞ്ഞ വർഷം സ്വല്പം നഷ്ടങ്ങളൊക്കെ സംഭവിച്ചു. എന്നിരുന്നാൽ പോലും ഇനി ആധുനിക സംവിധാനം അവലംബിച്ചും കൊണ്ടും ഒരു കർഷകൻ്റെ പൂർണ്ണമായിട്ടുള്ള മേൽനോട്ടത്തോടുകൂടിയും പുതിയ കൃഷി രീതികളൊക്കെ തുടക്കം കുറിക്കാൻ അവസരം വന്നു ചേരും. ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ തന്നെ അനുകൂലമാകും വിധത്തിൽ വിളവെടുപ്പ് എന്ന സങ്കല്പത്തോടുകൂടി പ്രയത്നിക്കാൻ തക്കവണ്ണം ആണ് ഇങ്ങനെ സാഹചര്യങ്ങൾ ഉണ്ടാകുന്നത്. ദമ്പതികൾക്ക് ഒരുമിച്ച് താമസിക്കാൻ തക്കവണ്ണം അവസരങ്ങളുണ്ടാവും. അനുഭവജ്ഞാനമുള്ള മേഖലയിൽ പ്രവർത്തന മണ്ഡലങ്ങൾക്ക് സാഹചര്യങ്ങൾ വന്നു ചേരുവാനിടയുണ്ട്. മക്കളുടെ സംരക്ഷണം മനസ്സമാധാനത്തിന് വഴിയൊരുക്കും. കർമ്മമണ്ഡലങ്ങളോട് ബന്ധപ്പെട്ട യാത്രകളും ചർച്ചകളും ഫലപ്രദമായുള്ള രീതിയിൽ വിനിയോഗിക്കാനിടവരും. ഔദ്യോഗിക തലത്തിൽ ക്രിയാത്മകമായി പ്രവർത്തിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ ഒരു പക്ഷേ ഒരു സ്ഥാപനത്തിൻ്റെ ഏറ്റവും ഉന്നത പദവിയോടുകൂടിയതായിട്ടുള്ള മറ്റൊരു ജോലി കിട്ടുവാൻ യോഗമുണ്ട്. ഒരു പക്ഷേ വികസിത രാഷ്ട്രത്തിലെ ചില ചുമതലകൾ കൂടി ഏറ്റെടുക്കുന്നതിനാൽ ജൂൺ മാസം മുതൽ വിദേശ പര്യടനത്തിന് പോലും സാധ്യതയുള്ള ഒരു ജോലി വന്നു ചേരുവാൻ ഇടയുണ്ട്. വിശ്വാസയോഗ്യമായുള്ള പ്രവർത്തനങ്ങളിൽ ആത്മാർത്ഥമായി പ്രവർത്തിക്കാൻ അവസരം വന്നു ചേരും. പുതിയ ഭരണ സംവിധാനം എല്ലാവർക്കും ഗുണകരമായിട്ടുള്ള രീതിയിൽ അവലംബിക്കാനിടയുണ്ട്. കുടുംബത്തിൽ ആഹ്ലാദ അന്തരീക്ഷം സംജാതമാകും. ചിന്തകൾക്ക് അതീതമായി പ്രവർത്തിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു. വിനയത്തോടുകൂടിയതായുള്ള സമീപനം മനസ്സമാധാനത്തിന് വഴിയൊരുക്കും. വേണ്ടപ്പെട്ടവരുടെ ഉയർച്ചയിൽ ആത്മാർത്ഥമായി അഭിനന്ദിക്കുന്നത് വഴി കൃതാർത്ഥതയും സമാധാനവും ഉണ്ടാകും. ഉന്നതർ ചെയ്യുന്ന കാര്യങ്ങളുടെ അത് ചെറിയൊരു വിഭാഗം സ്വന്തം പ്രസ്ഥാനത്തിന് അവലംബിക്കാൻ തീരുമാനിക്കുന്നത് ഗുണകരമായി തീരുവാൻ ഇടയുണ്ട്. പൊതുജന ആവശ്യം പരിഗണിച്ചുകൊണ്ട്
ജീവകാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ സർവാത്മനാ സഹകരിക്കാനിട വരും. വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും ശാസ്ത്രജ്ഞർക്കും അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ വന്ന് ചേരുവാനിടയുണ്ട്. പഠിപ്പിനോടൊപ്പം ജോലി ചെയ്യാൻ തക്കവണ്ണമുള്ള അവസരം ഉണ്ടാകുന്നത് വഴി പല വിദ്യാർത്ഥികൾക്കും ആശ്വാസകരമായിട്ടുള്ള അന്തരീക്ഷം സംജാതമാകുവാൻ ഇടയുണ്ട്. പരിശ്രമങ്ങൾക്കും പ്രയത്നങ്ങൾക്കും അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ വന്ന് ചേരും. മാതാപിതാക്കളുടെ ആവശ്യങ്ങൾ വേണ്ട വിധത്തിൽ പരിഗണിക്കാനും അതിനുവേണ്ടി 1-2 ദിവസം അവധിയെടുക്കുവാനും സാധ്യതയുണ്ട്. പുണ്യതീർത്ഥ ഉല്ലാസ യാത്രകൾക്ക് അവസരങ്ങൾ വന്ന് ചേരും. എന്നാൽ ഭക്ഷ്യവിഷബാധ ഏൽക്കാതെ സൂക്ഷിക്കേണ്ടതാണ്. പലപ്പോഴും വസ്തുതർക്കമുണ്ട് എന്ന ധാരണയുണ്ടെങ്കിൽ പോലും അതെല്ലാം തന്നെ ഒരു വിട്ടുവീഴ്ച മനോഭാവത്താലോ മാതാപിതാക്കളും സഹോദരങ്ങളും പറയുന്ന കാര്യങ്ങൾ പരിഗണിച്ചും കൊണ്ട് അതിനെല്ലാ കാര്യങ്ങളിലും ഒരു ഊർജ്ജസ്വലമായി പ്രവർത്തിക്കുന്നത് വഴി എല്ലാം മംഗളകരമാക്കി തീർക്കുവാനും ഇടയുണ്ട്. സങ്കല്പങ്ങൾ യാഥാർത്ഥ്യമാകുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു. വേണ്ടപ്പെട്ടവർക്ക് ഉപകാരമാകും വിധത്തിൽ പ്രവർത്തിക്കുന്നത് വഴി സമാധാനത്തിന് യോഗം കാണുന്നുണ്ട്. വിജ്ഞാനം ആർജിക്കുവാനും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനുമുള്ള അവസരം വന്ന് ചേരും. പകർച്ചവ്യാധിയോ സാംക്രമിക രോഗങ്ങളോ പിടിവിടുവാനും 1-2 ദിവസം അവധിയെടുത്തും കൊണ്ടോ, ചിലർക്ക് 1-2 ആഴ്ചകൾ അവധിയെടുത്തും കൊണ്ട്, എന്നാൽ ഗൃഹത്തിലിരുന്നു കൊണ്ട് ജോലി ചെയ്യാൻ തക്കവണ്ണം അവസരമുണ്ടാകും. എന്തായാലും ജോലിക്ക് ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാകുവാൻ സാധ്യതയില്ല. പ്രത്യുപകാരം ചെയ്യുവാനുള്ള അവസരം വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് നന്നായിരിക്കും. അവിചാരിതമായിട്ട് നേർന്ന കടുപ്പുള്ള വഴിപാടുകൾ ചെയ്തു തീർക്കുവാനും അല്ലെങ്കിൽ ആരാധനാലയ ദർശനം നടത്തുവാനും നേർന്ന കടുപ്പുള്ള വഴിപാടുകൾ ചെയ്തു തീർക്കുവാനും സാധ്യതയുണ്ട്. കുടുംബത്തിൽ ആഹ്ലാദാന്തരീക്ഷം സംജാതമാകും. ജീവിത നിലവാരം വർദ്ധിക്കുന്നത് വഴി ഇനി മറ്റൊരു വിസ്തൃതിയുള്ള ഭൂമി വാങ്ങി ഗൃഹം നിർമ്മിച്ചാലോ എന്ന ധാരണയോടുകൂടി തന്നെ അന്വേഷണം ആരംഭിക്കും. വികസിത രാഷ്ട്രത്തിൽ താമസിക്കുന്ന പുത്രപൗത്രാദികൾ ഹ്രസ്വകാല അവധിക്ക് വന്നു ചേരുന്നുണ്ട് എന്നറിഞ്ഞതിനാൽ ആശ്വാസത്തിന് യോഗം കാണുന്നുണ്ട്. ഭയഭക്തി ബഹുമാനത്തോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ വിജയം കൈവരിക്കും. പരിശ്രമങ്ങൾക്കും പ്രയത്നങ്ങൾക്കും അനുകൂലമായുള്ള ഫലങ്ങൾ വന്നു ചേരുവാനിടയുണ്ട്. ഗർഭിണികൾക്ക് ഈ മാസത്തിൻ്റെ 2ാമത്തെ പകുതിയിൽ പൂർണ്ണ പരിശ്രമം വേണ്ടി വരുവാനിടയുണ്ട്. പലപ്പോഴും മനസ്സിലുദ്ദേശിക്കുന്ന പല കാര്യങ്ങൾക്കും തടസ്സങ്ങളുണ്ടാകുവാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ എല്ലാം എഴുതി വെച്ചുകൊണ്ടും മനനം ചെയ്തുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ വിജയം കൈവരിക്കാനിട വരും. സന്ധി സംഭാഷണം, ചർച്ചകൾ, പരീക്ഷ മുതലായവയിലെല്ലാം തന്നെ വിജയം കൈവരിക്കാനിടയുണ്ട്. ജോലിയോടൊപ്പം ഹ്രസ്വകാല പാഠ്യപദ്ധതിക്ക് ചേരുവാനുള്ള അവസരത്തെ വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നതും ഭാവിയിലേക്ക് ഗുണകരമായി തീരുവാനിടയുണ്ട്. ഇതാണ് തൃക്കേട്ട നക്ഷത്രം ജനിച്ചവരുടെ ഈ ഏപ്രിൽ മാസത്തിലെ അനുഭവയോഗ്യമായുള്ള ഫലങ്ങൾ. നമസ്കാരം.